ഓഗസ്റ്റ് 2014 നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ആസ്. സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ്. മെർച്ചൻ്റ്, ഓൺട്രപ്രണർ, ബിസിനസ്മാൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്. സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് ഓൺട്രപ്രണർ എന്നാണ്. മലയാളത്തിൽ സംരംഭകൻ എന്ന് പറയും. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഓൺട്രപ്രണർ? ഓൺട്രപ്രണറുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ്. ഇപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ മോട്ടിവേറ്റിംഗ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ഹ്യൂമൻ റിലേഷൻ, അതുപോലെ ഓപ്ഷൻ ഡി നോൺ റിസ്ക് ടേക്കിംഗ് ആറ്റിറ്റ്യൂഡ്. റിസ്ക് ടേക്കിംഗ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ മീഡിയം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി റേഞ്ചസ് ബിറ്റ്വീൻ. മീഡിയം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയായിരിക്കും? 5 crore to 10 crore ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ഭാഗത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ ഭാഗത്തു നിന്നുള്ള വരാൻ ചാൻസ് ഉള്ള മറ്റു ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് ടേൺ ഓവർ ഡാഷ് പെർ ഇയർ ഓഫ് ആൻ എൻ്റർപ്രൈസസ്. ടേൺ ഓവർ പെർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ബിസിനസ് ഇൻ എ ഇയർ, അതായത് ബൈ സെയിൽ ഓർ സർവീസ്. സെയിൽസിലൂടെ സർവീസിലൂടെ ഒരു വർഷത്തിലെ ടോട്ടൽ ബിസിനസ്സിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന പേരിൽ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വൗച്ചേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ടാക്സേഷൻ ഫോർ റീറ്റെയിൽ ബിസിനസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റീറ്റെയിൽ ബിസിനസ്സുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടാലിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ഭാഗത്തുനിന്ന് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററത്തെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കാണുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ഇൻ റിലേഷൻ ടു ദെയർ എൻവിയോൺമെൻറ്റ് ഈസ് കോൾഡ്. അതായത് ലിവിങ് തിങ്സും പരിസ്ഥിതിയും, അതായത് ജീവനുള്ള ഘടകങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ, അതിനെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. എക്കോളജി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മേജർ പോയിൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഫയർ നമുക്കറിയാം എയർ പൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രിക് ഹോം അപ്ലയൻസസ് സാധാരണയായിട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് സൗണ്ട് പൊല്യൂഷനാണ്. ദെൻ അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ് ആണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതേപോലെ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് വാട്ടർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേജർ പോയിൻ്റ് എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്, കൽക്കരി ഖനികൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ്സിംഗ് ഓഫ് ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഈസ് കോൾഡ്. അത് 3R ഓഫ് എനർജി കൺസർവേഷൻ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡിസ്കാർഡഡ് മെറ്റീരിയൽസിനെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന്, അതായത് നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് പറയുന്ന പേര് റീസൈക്ലിംഗ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽ എന്നുള്ളതാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ് എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഏറ്റവും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വാട്ടർ സൈക്കിൾ പ്രോസസ് ദ ചേഞ്ചിങ് ഓഫ് വാട്ടർ വേപ്പർ ഡയറക്ട്ലി ടു ഐസ് ഈസ് കോൾഡ്. അതായത് വാട്ടർ സൈക്കിൾ പ്രോസസ്സിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ
ചേഞ്ചിങ് ഓഫ് വാട്ടർ വേപ്പർ, അതായത് വാട്ടർ വേപ്പർ ഡയറക്റ്റ്ലി ടു ഐസ്, അതായത് ഗ്യാസ് നേരിട്ട് ഐസായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര്, അതായത് ഗ്യാസ് സോളിഡായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഡെപ്പോസിഷൻ എന്നാണ് പറയുക. ഡെപ്പോസിഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഡെപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ട്രാൻസ്ഫോം ഇൻ ടു സോളിഡ് വിതൗട്ട് പാസിങ് ലിക്വിഡ് ഫേസ് എന്നാണ്. ഗ്യാസ് സോളിഡ് രൂപത്തിലേക്ക് നേരിട്ട് മാറുക, ഐസായി മാറുകയാണ് വിതൗട്ട് പാസിങ് ലിക്വിഡ്, അതായത് ലിക്വിഡ് ഫേസിലേക്ക് മാറാതെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം ലിക്വിഡ് ആവാതെ നേരിട്ട് ഗ്യാസായി മാറുന്ന പ്രോസസ്സിനെയാണ്, ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം ലിക്വിഡ് സ്റ്റേജിലേക്ക് പോവാതെ നേരിട്ട് ഗ്യാസായി മാറുന്ന പ്രോസസ്സിനെ സബ്ലിമേഷൻ എന്ന് പറയും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗ്യാസ് നേരിട്ട് സോളിഡായി മാറുന്നതാണ്, അതിനെ പറയുന്ന പേര് ഡിപ്പോസിഷൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് നോട്ട് കൺസേൺ വിത്ത് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ്, ഘടകം ഏതാണ്? ഒന്ന് സേഫ്റ്റി, ഹെൽത്ത്, വെൽഫെയർ, ഇതെല്ലാം ഒക്യുപ്പേഷണൽ സേഫ്റ്റിയായി ബന്ധമുള്ളതാണ്. സാലറിയാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ അൺസേഫ് കണ്ടീഷൻ വർക്ക് ഈസ്. താഴെ പറയുന്നതിൽ അൺസേഫ് കണ്ടീഷൻ ഏതാണ്? ഗുഡ് ലൈറ്റ് നല്ല കണ്ടീഷൻ, ഓയിലി ഫ്ലോർ അൺസേഫ് കണ്ടീഷനാണ്. ദെൻ പ്രോപ്പർ ടൂൾസ്, അഡിക്വേറ്റ് വെൻറ്റിലേഷൻ. അപ്പോൾ ഇതിൽ അൺസേഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓയിലി ഫ്ലോർ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇയർ പ്രൊട്ടക്ഷൻ ഈസ് ഡൺ അഗെയിൻസ്റ്റ്. നമ്മൾ ചെവി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്? നോയ്സ് ഓപ്ഷൻ എ നോയ്സ് ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കംപ്ലീറ്റഡ് ഏജ് ഓഫ് ആൻ അഡൾട്ട് വർക്കർ അണ്ടർ ഫാക്ടറീസ് ആക്ട് 1948? 1948 ഫാക്ടറി നിയമപ്രകാരം ഒരു അഡൾട്ട് വർക്കർ എന്ന് പറയുന്നത് എത്ര വയസ്സാകുമ്പോഴാണ്? 18 വയസ്സായ ആളുകളെയാണ് അഡൾട്ട് വർക്കർ എന്ന് പറയുന്നത്. 15 തികയാത്ത ആളുകളെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 15 തികയാത്ത 14 വയസ്സ് വരെയുള്ള ആളുകളെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. 18 വയസ്സ് തികഞ്ഞ ആളുകളെയാണ് നമ്മൾ അഡൾട്ട് വർക്കർ എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഫോർ ഐ പ്രൊട്ടക്ഷൻ. ഗോഗിൾസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഇതിൽ ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPEയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PPEയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്നുള്ളതാണ്. ഒരു സപ്ലിമെൻ്ററി എക്സാമിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948 ദ ക്യാൻറ്റീൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഇഫ് ദ മിനിമം മെമ്പർ ഓഫ് വർക്കർ ഇൻ എ ഫാക്ടറി ഈസ് മോർ ദാൻ. അതായത് ഫാക്ടറി നിയമപ്രകാരം ഒരു ഫാക്ടറിയിൽ ക്യാൻറ്റീന് പ്രൊവൈഡ് ചെയ്യണം. അത് എത്ര ജോലിക്കാർ കൂടുതലുണ്ടാകുമ്പോഴാണ് ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? 250 അതിൽ കൂടുതൽ ജോലിക്കാർ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫാക്ടറിയിൽ ക്യാൻറ്റീന് നിർബന്ധമായും പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് 250 എന്നുള്ളതാണ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ESI ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു എംപ്ലോയീസ് ദോസ് ആർ ഇൻ. ESI ആക്ട് അപ്ലൈ ചെയ്യാത്തത് ഏത് എംപ്ലോയീസിനാണ്? ഓപ്ഷൻ ബി ആണ് മെമ്പേഴ്സ് ഇൻ ദ നേവൽ, മിലിറ്ററി ഓർ എയർഫോഴ്സ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം അല്ലെങ്കിൽ റൂള് കൊണ്ടുവന്നത് എന്നാണ് എന്നുള്ളതാണ്. 1961 1961 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമൗണ്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ വേജസ് എമൗണ്ട് ആസ് പെർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം വേജസിൽ ഉൾപ്പെടുത്താത്തത് എന്തൊക്കെയാണ്? താഴെ പറയുന്ന എന്ത് കാര്യമാണ് വേജസിൽ ഉൾപ്പെടുത്താത്തത്? ഓപ്ഷൻ എ ആണ് വേജസിൽ ഉൾപ്പെടുത്താത്ത കാര്യം എനി ട്രാവലിംഗ് അലവൻസ് എന്നുള്ളത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ്, നമ്മൾ DA എന്ന് പറയും. അപ്പോൾ അത് സാലറിയിൽ വേജസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ എനി റെമ്യൂണറേഷൻ പേയബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓവർ ടൈം വർക്ക്, അതേപോലെ തന്നെ റിവാർഡായിട്ട് കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം വേജസിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ ട്രാവലിംഗ് അലവൻസ് വേജസിൽ ഉൾപ്പെടുത്തില്ല. 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ബേസിക് സാലറി ആസ് പെർ EPF ആക്ട്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം 1952 എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം
മിനിമം പെർസെൻറ്റേജ് എംപ്ലോയീസ് എത്ര രൂപയാണ് ഇ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? മിനിമം 12% 12% എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അതിൽ 8.33 പി എഫ് ഫണ്ടിലേക്കും 3.65 പെൻഷൻ ഫണ്ടിലേക്കുമാണ് വരുന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വാളിറ്റി ഗുരു ഡോക്ടർ ജെ.എം. ജുറാൻ സെയ്ഡ്? ക്വാളിറ്റി ഗുരു ജെ.എം. ജുറാന് എന്താണ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്? ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ് എന്നുള്ളതാണ് പറയുന്നത്. ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലർ ക്വാളിറ്റി ടൂൾസ്. പോപ്പുലർ ക്വാളിറ്റി ടൂൾസ് എത്ര എണ്ണമാണുള്ളത് എന്നുള്ളതാണ്. പോപ്പുലർ ആയിട്ടുള്ള ക്വാളിറ്റി ടൂൾസ് എന്ന് പറയുന്നത് 7 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ക്വാളിറ്റി സർക്കിൾ വാസ് ഓർഗനൈസ്ഡ് ഇൻ ജപ്പാൻ ബൈ ജ്യൂസ്. ദ ഫുൾ ഫോം ഓഫ് ജ്യൂസ്. ക്വാളിറ്റി സർക്കിൾ ജപ്പാനിൽ ഓർഗനൈസ് ചെയ്തത് ജ്യൂസ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ ജ്യൂസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിയൻ ഓഫ് ജപ്പാനീസ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, PDCA എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പ്ലാൻ ഡു ചെക്ക് ആക്ട് എന്നുള്ളതാണ്. പ്ലാൻ ഡു ചെക്ക് ആക്ട്. 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ISO രജിസ്ട്രേഷൻ? ISO രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സർട്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എന്നുള്ളതാണ്.